ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനിതാകെ ഒരുമാതിരി കൊല്ലത്തിലുണ്ടിരിക്കുന്നത്. ഞാൻ ഫ്രഷൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷെ കണ്ണെഴുതാതുകൊണ്ട് തന്നെ ഒരു പനി പിടിച്ചൊരു ലുക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ടൈം ഓൾമോസ്റ്റ് 7 o'clock ആവാനായിട്ടോ. അപ്പോൾ ഇക്ക ജോലിക്ക് പോയതാണ്. 8:30 ഇവിടെ എത്തും. എത്തിയപാടെ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഇന്ന് ഇക്കടെ ഫ്രണ്ട് ഉണ്ട്, ഇവിടെ കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാണ് അവർ. അപ്പോൾ ഇക്കടെ ഫ്രണ്ടിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതിന് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഉണ്ട് അവിടെ, അവർ ക്ഷണിച്ചിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് അവരെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ റെഡി ആവുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന്. ഞാൻ ഇവിടെ വന്നിട്ട് ഇൻട്രോ എടുക്കുന്ന വേറെ ഒന്നും ഞാൻ പെട്ടെന്ന് എടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാൻ ഇതൊരു മാംഗോ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ വീഡിയോ ഇരുന്ന് എഡിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്കൊരു വിശപ്പ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു മാംഗോ കഴിച്ചിട്ട് റെഡി ആവാമെന്ന്. അപ്പോൾ റെഡി ആവുന്ന വീഡിയോ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം. അതാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? എന്നിട്ട് പെട്ടെന്ന് റെഡി ആവും. അപ്പോൾ ഇതാ ഞാൻ മാംഗോ ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ എന്താ പറയുക, സെയിൻസ്ബറിയിലും ടെസ്കോയിലൊക്കെ മാംഗോ കിട്ടും. പക്ഷേ നമ്മുടെ നാട്ടിലത്തെ പച്ചമാങ്ങല്ലേ, അതേപോലെയാണ് കാണാൻ. പക്ഷേ ഉള്ളിൽ കുറച്ചൊരു മധുരം ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ വാങ്ങിച്ച അത്ര മാങ്ങൻ്റെ അത്ര മധുരം ഉണ്ടാവില്ല കേട്ടോ. ഞാനിത് വാങ്ങിച്ചത് നമ്മുടെ നോർമൽ ഷോപ്പ് ഉണ്ടല്ലോ, ശ്രീലങ്കൻ ഷോപ്പൊക്കെ, അങ്ങനത്തെ ഷോപ്പിലൊക്കെ ഇങ്ങനത്തെ മധുരമുള്ള നല്ല മാങ്ങ കിട്ടും. പക്ഷെ നല്ല റേറ്റാണ് കേട്ടോ. നമ്മുടെ നാട്ടിലും റേറ്റ് ഉണ്ട് മാംഗോക്ക്. അപ്പോൾ ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചത് 2.5 pound ആയിട്ടോ ഒരു മാംഗോ. വല്ലപ്പോഴും നമുക്കിങ്ങനെ കൊതിയൊക്കെ വരുമ്പോൾ കഴിക്കണ്ടേ. ഓക്കെ ചോ. തേൻ പോലത്തെ മധുരം. അടിപൊളി. എനിക്ക് മാംഗോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കില്ലേ ഈ ചിക്കൻ ഐറ്റംസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താ ഒരു ചെറിയൊരു മധുരം എന്തെങ്കിലും കഴിക്കാൻ തോന്നും. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഒന്നും കഴിക്കേണ്ടല്ലോ കഴിച്ചിട്ടാണ് ഇത് കഴിക്കുന്നത്. മാംഗോ എപ്പോഴും കഴിക്കുന്ന അത്ര നല്ല ഷുഗറാണ്. പക്ഷെ എപ്പോഴെങ്കിലും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി റെഡി ആയാലോ? ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സെറാവെ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഫേസ് വാഷാണ്. ഇത് ഞാനിവിടെ UK വന്നതിന് ശേഷമാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ദുബായിലൊക്കെ ഉണ്ട്, നാട്ടിൽ ഇത് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഇത് ഏകദേശം നമ്മുടെ സെറ്റാഫിലൊക്കെ ഫേസ് വാഷ് പോലെ തന്നെയാണ് കേട്ടോ. അധികം പതയും കാര്യങ്ങളൊന്നുമില്ല. അടിപൊളി ഫേസ് വാഷാണ് കേട്ടോ. ഇപ്പോഴത്തെ എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അതാ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഡ്രസ്സും ചേഞ്ച് ചെയ്തു. അപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഞാൻ വെച്ച് ഫ്ലോറൽ ആയിട്ടുള്ള ഒരു ഓവർകോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളിലിട്ടിട്ടുള്ള ഈ ഒരു ഡ്രസ്സ് ജംസ്യൂട്ടാണ് കേട്ടോ. ഞാൻ കാലിക്കറ്റിൽ നിന്ന് എടുത്താണ്. ലണ്ടനിൽ വന്ന് ഞാൻ കൂടുതലും ഇട്ടിട്ടുള്ള ഡ്രസ്സ് ഇതായിരിക്കും കേട്ടോ. അത്രയും ഞാനിട്ട് മുതലാക്കിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. വാങ്ങിച്ച പൈസ മുതലായി. ഞാൻ ഹൈലൈറ്റ് മാളിൽ നിന്ന് എന്തോ എടുത്തതാണിത്. അപ്പോൾ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്താൽ, മേക്കപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ ആർഭാട മേക്കപ്പ് ഒന്നും വിചാരിക്കരുത്. ഞാൻ ആദ്യമൊക്കെ ഉണ്ടല്ലോ കുറേ മേക്കപ്പ് വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫേസിൽ. എനിക്കറിയില്ല മേക്കപ്പ് ചെയ്യാൻ. സത്യം പറഞ്ഞാൽ ഞാൻ അത്ര പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആളൊന്നല്ല. എനിക്കെങ്ങനെ ചേരുന്ന അതുപോലെ ഞാൻ ചെയ്യാറ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുമ്പോൾ ഞാൻ കുറേ ഫൗണ്ടേഷനൊക്കെ വാരിയിട്ട്, അപ്പോൾ എന്ന് പറയുമ്പോൾ എനിക്ക് കുറേ മേക്കപ്പ് എൻ്റെ ഫേസിൽ ഇടുമ്പോൾ ഞാൻ വേറൊരാളായി മാറുന്ന പോലെ എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവില്ല, പിന്നാലെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ അധികം മേക്കപ്പ് അങ്ങനെ യൂസ് ആക്കല് വളരെ മിനിമലായിട്ട്, തീരെ ആക്കലില്ല എന്നല്ല, യൂസ് ആക്കും, പക്ഷേ വളരെ കുറവ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം മുടി ഒന്ന് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ബോറുണ്ടാവും. വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഇത് വെക്കാം, ഹെയർ ബണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാം. ഞാനിപ്പോൾ ചുമ്മാ ഒരു ഇത് വെക്കാണ്.
രസമില്ല. സോ ഞാൻ വെറുതെ ഇങ്ങനെ ഇടാണ് കേട്ടോ. ഇത് വെച്ചിട്ടുണ്ട് ഞാൻ. ലൈറ്റിന് നല്ല പ്രശ്നമുണ്ട് കേട്ടോ. ലൈറ്റിൻ്റെ ഇവിടെ ഉണ്ടല്ലോ 2 കട്ടിലുണ്ട് കേട്ടോ. ഞങ്ങളുടെ കട്ടിൽ ഞങ്ങൾ മറ്റു വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ ഒഴിവാക്കിയില്ല. കാരണം എന്താ വെച്ചാൽ ഇതിനുള്ളിൽ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമ്മൾ കട്ടിൽ പൊക്കി വെക്കാൻ പറ്റും. കുറേ ബാഗും കുന്ത്രണ്ടങ്ങളൊക്കെ അതിലാണ് പോകുന്നത്. പക്ഷേ ഇവിടുത്തെ കട്ടിൽ എന്ന് പറയുമ്പോൾ ബെഡാണെങ്കിൽ ഒരു സുഖമൊന്നുമില്ല. ഇവിടുത്തെ ഓണർ തന്നതാണ്. നമ്മളത് മാറ്റി തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. എപ്പോഴാണ് മാറ്റി തരാറില്ല, കുറേ ആയിട്ടോ പറഞ്ഞിട്ട്. അപ്പോൾ 2 കട്ടിലുള്ളതുകൊണ്ട് ഭയങ്കര സ്ഥലം പോയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഏരിയ. അപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ സൈഡിലാണെങ്കിൽ TV കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ ശരിയല്ല. പിന്നെ ഇതൊരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് അല്ല, അപ്പോൾ കിച്ചണ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് എടുക്കാമെന്ന് വിചാരിച്ചു. കർട്ടൻ്റെ ലൈറ്റ് എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിതാ മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, ഈ സൈഡിൽ എനിക്ക് എടുക്കാൻ എളുപ്പത്തിന്. അപ്പോൾ ഞാൻ എന്താ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാണ്. ഫേസ് ഞാൻ വാഷ് ചെയ്തല്ലോ, കണ്ടല്ലോ. അപ്പോൾ മോയ്സ്ചറൈസർ ഞാൻ അവിനോണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 1 വീക്ക് ആയിട്ടുള്ളൂ. ഒരുപാടൊന്നും ആയിട്ടില്ല, ജസ്റ്റ് 1 വീക്ക്. മുന്നേ ഞാൻ സെറ്റാഫിലായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് എൻ്റെ മൂഡ് പോലെ ഇന്ന് എനിക്കിത് യൂസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഞാൻ ഇത് യൂസ് ചെയ്തു. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. സെറ്റാഫിലിനേക്കാളും ലൈറ്റ് വെയിറ്റ് ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ സ്റ്റിക്കി ഫീലൊന്നുമില്ല. നിങ്ങളുടെ ഫേസ് നല്ല ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് യൂസ് ആക്കി നോക്കി കേട്ടോ. ഭയങ്കര ഒരു ലൈറ്റ് വെയിറ്റും ആണ്, ഒരു സ്റ്റിക്കി ഫീലും ഇല്ല. അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. അടുത്ത ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു സൺസ്ക്രീനാണ്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഈവനിങ് അല്ല, രാത്രിയായി. വളരെ കുറച്ച് മതി കേട്ടോ സൺസ്ക്രീൻ എനിക്ക്. അപ്പോൾ എനിക്ക് സൺസ്ക്രീൻ എനിക്ക് പൊതുവേ ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ കുറേ സൺസ്ക്രീൻ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ ഞാൻ വിചാരിച്ചൊരിത് കിട്ടുന്നില്ല. ഇനി എനിക്ക് വേറെ കുറേ വാങ്ങി നോക്കണം. യൂസ് ചെയ്താൽ എന്നാലും ഒരു സ്റ്റിക്കി ഫീൽ കുറവുള്ളത് ഇതാണ് കേട്ടോ. ഇത് ഞാൻ ഇവിടുന്ന് യൂസ് ചെയ്താണ്. നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇവിടുന്ന് വാങ്ങിച്ചാണ്, നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. അടുത്ത ഞാൻ ഒരു മാക്കിൻ്റെ സ്റ്റോപ്പ് ക്രീം യൂസ് ചെയ്യാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. വേറെ എന്തിട്ടില്ലെങ്കിൽ ഞാൻ ഇത് ഇടും. ഇതൊക്കെ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് വാങ്ങിച്ചു കേട്ടോ. നാട്ടിലാകുമ്പോൾ ഞാൻ ഇതൊന്നും യൂസ് ചെയ്തിരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സീറം യൂസ് ചെയ്യാം കേട്ടോ, മോയ്സ്ചറൈസർ ഇടുന്നതിന് മുന്നേ. ഞാനിപ്പം അതിലോട്ടൊന്നും കാര്യമായി കിടക്കുന്നില്ല. ഇത്ര എടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നുമില്ല. ജസ്റ്റ് ഒന്നിട്ട് കൊടുക്കുക. ഇത് നമ്മുടെ ഫേസിനൊരു ഗ്ലോ തരും. നമ്മൾ ഒരുപാട് ഫൗണ്ടേഷൻ ഇട്ടില്ലെങ്കിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ കൺസീലറൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. എൻ്റെ കണ്ണിനടിയിൽ നല്ല ഡാർക്കായിട്ട് ഇരിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ മൈൻഡ് ആക്കില്ല. നാച്ചുറലായി തോന്നി. ഇപ്പം തന്നെ ഒരു ഗ്ലോ ഉണ്ട് കേട്ടോ. വീഡിയോയിൽ കറക്റ്റ് കാണുമെന്ന് അറിയില്ല, പുറത്തിറങ്ങുമ്പോൾ കറക്റ്റ് കാണും. ഈ ലൈറ്റൊക്കെ കൂടി ആയിട്ട് ഒരു ഇതില്ല. യെസ്. അടുത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു BB ക്രീമാണ്. ഫൗണ്ടേഷൻ യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഒരു BB ക്രീം ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ എന്താ അറിയില്ല, മേക്കപ്പ് നല്ല കുറവാണ്. ഇടുണ്ടെങ്കിൽ തന്നെ വളരെ ലേറ്റായിട്ട് ചില ടൈമിൽ മാത്രം. ഇപ്പോൾ ട്രിപ്പ് പോയ ടൈമിലൊക്കെ ഞാൻ ഈ BB ക്രീം യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന കുറവാണ്.
മോയ്സ്ചറൈസറും പിന്നെ ഒരു ലിപ്സ്റ്റിക്കും. അതേ ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ ഇതിന് പോവല്ലേ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡോട്ടായിട്ട്. ഞാൻ ഒരുപാടൊന്നും കവർ ചെയ്യുന്നില്ല. ഇത് ഒരുപാട് കവറേജ് കിട്ടൂല കേട്ടോ ഈ ഒരു BB ക്രീം. ഇത് നിവ്യയുടെ BB ക്രീമാണ്. നമ്മൾ ഒരു നാച്ചുറൽ ഫിനിഷേ തോന്നിക്കുള്ളൂ. ഒരുപാട് നമുക്ക് പിമ്പിൾസിൻ്റെ ഒരു മാർക്കും ഇതൊക്കെ ഉണ്ടെങ്കിലൊന്നും കവർ ചെയ്യാൻ വേണ്ടി പറ്റൂല. ജസ്റ്റ് ഒരു ടോൺ തോന്നിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ സ്പോട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കൈ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ബ്രഷൊന്നും യൂസ് ചെയ്യുന്നില്ല. കണ്ടോ, പെട്ടെന്ന് തന്നെ കൈ വെച്ചിട്ട് തന്നെ ചെയ്യുമ്പോഴത്തേന് നന്നായിട്ട് തന്നെ ബ്ലെൻഡായി വരും കേട്ടോ. അങ്ങനെ ഒരുപാട് പ്രഷറൊന്നും കൊടുക്കണ്ട. ഞാൻ കുറേ കാലമായിട്ട് അങ്ങനെ മേക്കപ്പിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ എനിക്ക് കറക്റ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വലിയൊരു ഇത് കിട്ടുന്നില്ല. വ്ളോഗൊക്കെ ആകെ ഇതായി എടുക്കാം. ഞാൻ ട്രാവൽ ചെയ്യുന്ന വ്ളോഗ് എടുക്കുമ്പോൾ തന്നെ എനിക്കൊരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനത്തെ വീഡിയോ കൂടി എടുക്കുമ്പോൾ ഒരു ടച്ച് വിട്ടുകൊണ്ടാകുന്നു. ഇപ്പോൾ പഴയ പോലെ ഒരു ഇത് കിട്ടുന്നില്ല. സോ ഈ കൈ വെച്ചിട്ട് തന്നെ ഞാൻ കണ്ണിൻ്റെ മുകളിലും ഇങ്ങനെ ജസ്റ്റ് ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. വേറെ പ്രൊഡക്റ്റിനെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ കുറച്ചൊന്ന് കഴുത്തിലോട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ വേറെ കളറായിരിക്കും. എൻ്റെ നെക്ക് കുറച്ച് ഡാർക്കാണ്. ഞാൻ എൻ്റെ ഒരു നാക്കിനാണ് കേട്ടോ മേക്കപ്പ് ഇടുന്നത്. ഇങ്ങനെയാണോ മേക്കപ്പ് ഇടുന്നത് എനിക്കറിയില്ല. എൻ്റെ ഫേസിന് ചേരുന്ന ഒരു ഇതിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അടുത്തത് ഞാനൊരു ലിപ് ബാം ഇട്ട് കൊടുക്കാം. ലെബല്ലോ ഉണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ലെബല്ലോ അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് വാസ്ലീനാണ്. ഇതിൻ്റെ റോസി ലിപ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിനെവിടെ നിന്ന് വാങ്ങിച്ചാൽ. ഇതിൻ്റെ ഒരു ഗ്രീൻ ബോട്ടിലും എൻ്റെ കയ്യിലുണ്ട്. അത് നല്ല ലിപ് ബാമാണ് കേട്ടോ. ഇതും നല്ലതാണ് ലെബല്ലോൻ്റെ. പക്ഷെ ഇത് എൻ്റെ ഷെയ്ഡല്ല. ഞാൻ വർക്കിനൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഇത് മാത്രമായിരിക്കും യൂസ് ചെയ്യുക, വേറെ ഒന്നും യൂസ് ചെയ്യലില്ല. പിന്നെ ഞാൻ അടുത്തത് ഇടുന്നത് ഒരു ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ടുണ്ട്. ഇത് സിസ് ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റാണ്. കുറേ കാലമായിട്ട് ഞാൻ തന്നെ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഈ ഒരു ഷെയ്ഡ് കണ്ടോ, മേലത്തെ 3 ഷെയ്ഡ്, അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഇതായിരിക്കും, ഈ നടുവിലുള്ളത്. പിന്നെ അടിയത്തെ യൂസ് ചെയ്യും. ചില ടൈമിൽ ഞാൻ ഗോൾഡ് യൂസ് ചെയ്യും. വേറെ ഇതൊന്നും എനിക്ക് അത്ര യൂസ് അല്ല കേട്ടോ, അതൊന്നും ഞാൻ യൂസ് ചെയ്യലില്ല. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്നത് ഈ ഒരു കളറാണ്. കൈ വെച്ചിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആണെങ്കിൽ കൺസീലറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിപ്പം രാത്രിയായി, ഒരുപാട് നമ്മൾ കുട്ടിയിട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇത് ഐബ്രോ പെൻസിലാണ് കേട്ടോ. ഇത് റിമൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഐബ്രോ പെൻസിൽ. ഇന്ന് ഞാൻ യൂസ് ചെയ്യാൻ പോകണുള്ളൂ. എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല, മൊത്തത്തിൽ കൊളാവുമെന്നും അറിയില്ല. ഞാൻ അതുകൊണ്ട് ഒരു ഇത് യൂസ് ചെയ്യാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ആകെ പണി പോലും. ഡിഫറൻസ് ഉണ്ടോ എന്തെങ്കിലും? ഞാൻ യൂസ് ചെയ്തിരുന്ന ലോറിയലിൻ്റെ ആണ് കേട്ടോ. പക്ഷെ അത് ഡേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അത് ഒഴിവാക്കി. ഐബ്രോ പെൻസിൽ എപ്പോഴും എടുക്കുന്ന ടൈമിൽ നമ്മൾ ബ്രൗൺ കളറ് ചൂസ് ചെയ്യാൻ നോക്കട്ടെ. അല്ലെങ്കിൽ ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് ഈ പിരികം വരച്ചു കൊടുത്ത പോലെ ഉണ്ടാവും. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്.
ഞാൻ ഒരുപാട് ഇതാക്കുന്നില്ല, ജസ്റ്റ് ഈ ക്യാപ്പുള്ള സ്ഥലത്ത് മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇതിൻ്റെ കൂടെ ഒരു സ്പൂലി വരുന്നുണ്ട്, സ്പൂലി യൂസ് ചെയ്യാം. ജസ്റ്റ് ഞാൻ കണ്ടോ, ഈ ഐബ്രോ തമ്മിലുള്ള വ്യത്യാസം കുറച്ച് പൊന്തിയിട്ടില്ലേ ഇത്. അതുപോലെ ഇനി ഇതും ചെയ്തെടുക്കാം. ഈ ഐബ്രോ പെൻസിലിന് ഒരു എത്രയുണ്ടാവും, 8 പൗണ്ട് എന്തോ ആയിട്ടോ ഞാനിത് വാങ്ങിയപ്പോൾ. എപ്പോഴും തുടങ്ങുമ്പോൾ ഇവിടുന്ന് തുടങ്ങാതിരിക്കുന്ന നല്ലത്. അപ്പോൾ കുറച്ച് ബോറായി തോന്നും. ഒരു സ്പൂലി വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് തന്നെ സ്പ്രെഡായി ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടും. ഇന്ന് ഞാൻ പറയാണ് കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് വലിയ കുഴപ്പമില്ല കാണുമ്പോൾ. പിന്നെ അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ബ്ലാക്ക് ഐലൈനറാണ്, ഒരു ഐലൈനർ പെന്നാണ് കേട്ടോ അത്. അപ്പോൾ ഇതിന് തന്നെ ഒരുപാട് ഇട്ട് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുള്ളൂ. ഇതിന് എനിക്കിങ്ങനെ നോക്കിയാൽ പറ്റില്ല, ഞാൻ കണ്ണാടി തന്നെ എനിക്ക് വേണം. നിങ്ങൾ വിചാരിക്കണ്ട എന്തിനാ പിന്നെ ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കണേ, വെറുതെ രസം. കണ്ടോ, ഇത്ര ഇട്ട് കൊടുത്താൽ മതി, ജസ്റ്റ് ഒരു ലൈൻ കൊടുത്താൽ മതി. കണ്ണ് തീരെ എഴുതിയില്ലേ എന്നെ കാണാൻ പഞ്ഞി പിടിച്ച പോലെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ കണ്ണ് എഴുതുന്നത് കേട്ടോ. കണ്ണിന് കുറച്ചൊരു നീട്ടം കിട്ടാൻ വേണ്ടി ഞാൻ വാലധികം ഇങ്ങോട്ട് നീട്ടാണ്ട് കുറച്ച് ഈ ഒരു പോർഷനിലോട്ടാണ് നീക്കി കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചൊരു ഇതുണ്ടാവും. ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഈ കണ്ണും അതുപോലെ ചെയ്യാൻ പോവാം. കണ്ണ് എഴുതുമ്പോൾ എപ്പോഴും റെഡി ആവാറില്ല, ഒന്ന് ചെറുതാവും ഒന്ന് വലുതാവും. അപ്പോൾ അതാ കണ്ണ് എഴുതി കഴിഞ്ഞു. അടുത്ത ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു മസ്കാരയാണ്, മാക്സ് ഫാക്ടറിൻ്റെ ഒരു മസ്കാരയാണ് കേട്ടോ. ഒരുപാട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ, ലൈറ്റ് ഇട്ട് മതി എനിക്ക്. ഞാൻ ഒറ്റ പ്രാവശ്യം ഡിപ്പ് ചെയ്തിട്ടുള്ളൂ, അത് വെച്ചിട്ട് തന്നെ ഞാൻ ഈ കണ്ണിലും ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ഐബ്രോ പെൻസിലാണ്, കാജൽ ഏത് യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത് പിക്സിയുടെ ഒരു ഇതാണ് കേട്ടോ. ഇത് മറ്റേ ഷാർപ്നറില്ലേ എനിക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട്, അഡ്ജസ്റ്റ് ചെയ്യാം. ശരിക്കും അടിയിൽ കണ്ണ് എഴുതി കൊടുക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടി കണ്ണൊരു ഭംഗിയായി തോന്നുന്ന എൻ്റെ ഫേസിന്. ചിലവർ കണ്ണ് എഴുതാതിരുന്നാലും ഭയങ്കര ഭംഗിയാണ് കണ്ണ്. വ്യത്യാസം കണ്ടോ അടിയിൽ എഴുതിയപ്പോൾ? എൻ്റെ ഷാർപ്നറൊന്നും കാണാനില്ല, അതുകൊണ്ട് ഞാനത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. എന്താ ഈ വീഡിയോൻ്റെ തമ്മിലിടാം, ഗെറ്റ് റെഡി വിത്ത് മീ എന്നിടാം. ഞാൻ ഇതുവരെ അങ്ങനത്തെ കണ്ടന്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഫുള്ള് ഈ ഒരു കണ്ടന്റ് അല്ല, ഗെറ്റ് റെഡി വിത്ത് മീ. എല്ലാവരും വ്ളോഗ് എടുത്ത് നോക്കുമ്പോൾ അതാണിപ്പോൾ. അപ്പോൾ കണ്ണ് കഴിഞ്ഞു.
അടുത്തത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബ്ലഷാണ്. ബ്ലഷ് ഞാൻ റിമെൽ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ബ്ലഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ബ്രഷ് എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാം, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ചിരിച്ചെടുക്കാം കേട്ടോ ഒന്ന്. അപ്പോൾ ഒന്ന് നമ്മൾ ചിരിക്കുന്ന ടൈമിൽ എവിടെയാണോ ബ്ലഷ് വേണ്ട അവിടെ കറക്റ്റ് കിട്ടും. കണ്ടോ ഡിഫറൻസ് കണ്ടോ രണ്ട് സൈഡും? അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് എടുക്കാം. ഒന്നും കൂടി ഞാൻ തട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ നോസിൻ്റെ അവിടെ നിന്ന് കൊണ്ട് കൊണ്ടുപോകണം. എന്നിട്ട് കുറച്ച് നോസിൻ്റെ മേലെ കുറച്ച് എവിടൊക്കെ വേണ്ടത് പിങ്ക് അവിടെയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതാണ് എൻ്റെ ഒരു മേക്കപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഫേസ് മൊത്തം ഒരു പിങ്ക് മയം. ഇവിടുന്ന് ആലിയ ഭട്ടിൻ്റെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ W വരക്കുന്ന പോലെ ഇങ്ങനെ. ഞാനിവിടെ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അടുത്തന്നെ യൂസ് ചെയ്യുന്നത് ലോറിയൽ പാരീസിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ അതിട്ട് കൊടുക്കാം. ഷെയ്ഡ് ഞാൻ സൈഡിൽ കൊടുക്കട്ടെ, ഏതാ ഷെയ്ഡ് എന്നുള്ള. അപ്പോൾ അതതിൻ്റെ മേക്കപ്പ് അങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ മേക്കപ്പ്. ഞാൻ സെറ്റിംഗ് സ്പ്രേ ഒന്നും യൂസ് ചെയ്യുന്നില്ല, ആവശ്യക്കാർക്ക് യൂസ് ചെയ്യാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഇനി ഹെയർ ഒന്ന് സെറ്റ് ചെയ്യണം. ഹെയർ ഞാൻ ജസ്റ്റ് ഒന്ന് കെട്ടി വെക്കുള്ളൂ, ഞാൻ ചീപ്പ് യൂസ് ചെയ്യാറില്ല. എൻ്റെത് ഈ നമ്മൾ ഹെയറൊക്കെ വാഷ് ചെയ്ത് പാട് എൻ്റെ ഹെയർ നല്ല കേളിയായിട്ടാണ് ഇരിക്കുക. അപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ ഇരിക്കണം ഇഷ്ടം. ഞാൻ അതിൻ്റെ മേലെ കൊണ്ട് ചീർപ്പ് യൂസ് ചെയ്യാറില്ല. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ബൺ ചെയ്ത് വെക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ അതാ ഞാൻ ഹെയർ ജസ്റ്റ് ഇങ്ങനെ ബൺ ചെയ്ത് കൊടുക്കുക ചെയ്തത്. ഞാൻ വേറെ ഒന്നും ചെയ്യാൻ നിൽക്കുന്നില്ല. ഇനി ഞാനിതാ ഇനി ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് ഈ ഒരു റെഡ് ഷോളാണ്. ഇത് ഞാൻ കുറേ വർഷമായിട്ടാവും, ഒരു 3 വർഷമൊക്കെ ആയിട്ടുണ്ടാവും, 3-4 വർഷമായിട്ടുണ്ടാവും എൻ്റെ കയ്യിൽ ഈ ഷോള്. അപ്പോൾ അതാ ഇത് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സോ ദിസ് ഈസ് മൈ ലുക്ക്. പിന്നെ ഞാൻ കുറച്ചൊരു മറിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു ബോഡി ലോഷന് ഞാൻ ജസ്റ്റ് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ നോക്കാം. ഇത് നല്ല സ്മെല്ലാണ് കേട്ടോ. ഇതെനിക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഉമ്മ തന്നതാണ്. ഉമ്മ ഇത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് തന്നതാണ്. വളരെ കുറച്ച് മതി കേട്ടോ, നല്ല സ്മെല്ലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കും. യെസ്, അപ്പോൾ അതാണ്. പിന്നെ കുറച്ചൊരു ഹാൻഡ് ക്രീം ഇടുന്നുണ്ട്. പിന്നെ ഞാനൊരു വാച്ച്, എൻ്റെ ഒരു റിങ്. ഈ റിങ് ഒരു 4-5 വർഷമായി. ഈ ഒരു റിങ് ഞാൻ കാലിക്കറ്റിൽ നിന്ന് എവിടുന്നോ വാങ്ങിച്ചതാണിത്. ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇനി കുഴപ്പം പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതുവരെ ഒരു കുഴപ്പമില്ല ഇതിന്.
ഇതിൻ്റെ ഒരു വേറൊരു റിങ്. ഇത് ഞാൻ ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ആൻഡ് ഫൈനലി ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു പെർഫ്യൂമാണ് കേട്ടോ. ഇത് ഞാൻ ഇവിടുന്ന് സൂപ്പർ ഡ്രഗിനോ ബോട്ട്സിനെന്തോ വാങ്ങിച്ചത്. സോ ഇതും കുറച്ച് യൂസ് ചെയ്യാം. ഇത് ഈ ഒരു സ്മെല്ല് കുറച്ചൊരു റോസ് പെറ്റലിൻ്റെ ഒരു സ്മെല്ലാണ് ഇത്. അങ്ങനെ ഒരുപാട് കുത്തുന്നൊരു സ്മെല്ലൊന്നുമല്ല. ഞാൻ മൊത്തത്തിലൊന്ന് അടിച്ചു കൊടുത്തു. സോ അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. ഫൈനലി പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഹാൻഡ് ബാഗ് ഇതാണ്. ഇത് ഞാൻ ഇവിടുന്ന് പ്രൈമാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. 10 പൗണ്ട് കേട്ടോ, ഇവിടുത്തെ 10 പൗണ്ട്. നല്ല കളക്ഷനാണ് കേട്ടോ. അന്ന് ഞാൻ പോയ ടൈമിലുണ്ടായിരുന്ന സമ്മറിൻ്റെ കളക്ഷൻ. അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഒരു പേഴ്സും ഫോണും പിന്നെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ മേക്കപ്പ് ഐറ്റംസൊക്കെ വെക്കണമെങ്കിൽ വെക്കുക. നല്ലൊരു ബാഗാണ് കേട്ടോ. ഞാനിതാണ് ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോയിണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഡ്രസ്സിലോട്ട് ഇതാണ് ഇടുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ വേറെ ഏതെങ്കിലും കളർ യൂസ് ചെയ്യുമെന്ന് അറിയില്ല. അല്ല, ഇതന്നെ ഞാൻ ഇടുന്നത്. യെസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനി നമുക്കിനി വരുമ്പോഴത്തേന് ചായ ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. വെഡിങ് ആനിവേഴ്സറിക്ക് പോകുമ്പോൾ ഒരു ഗ്രീറ്റിങ്സും പിന്നെ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ബോക്സും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ബസ് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ രണ്ടുപേരും വന്ന് ഫ്രഷായി ചായയൊക്കെ കുടിച്ചു. നല്ല തലവേദന ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതൊരു സന്തോഷമല്ലേ. അപ്പോൾ അതാ നമ്മൾ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മൾ അവിടെ എത്തിയ ഒരു ചെറിയ കേക്ക് കട്ടിങ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകളൊന്നുമില്ല. ഇവരെ 2-3 ഫ്രണ്ട്സും പിന്നെ നമ്മളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാ ചെറിയൊരു കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ കേക്ക്. അപ്പോൾ ഞാനങ്ങനെ ഷുഗർ ഒരുപാട് കഴിക്കാത്ത ആളായതുകൊണ്ട് കേക്കിന് ചെറിയൊരു പൊട്ട് കഴിച്ചുള്ളൂ കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഡെസേർട്ടൊക്കെ ഉണ്ടായിരുന്നു, ഫ്രൂട്ട് കസ്റ്റാർഡ്. അപ്പോൾ അതൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. ഫ്രൈഡ് റൈസും പിന്നെ ചില്ലി ചിക്കനായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചതാണ്, ഇടാൻ നേരം വൈകിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസൊക്കെ വേണ്ടതെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. എനിക്ക് കമൻറ്റൊക്കെ വരുന്നത് കുറവാണ് കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.